ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു ഫുഡ് ഉണ്ടാക്കാം. അതെന്താണെന്ന് അറിയണ്ടേ? പാൽപ്പുട്ട്. കൂടുതലും വീടുകളിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് റെഡിയാക്കി കാണിച്ചു തരാം. അതിലായിട്ട് നമ്മളൊരു ബൗളെടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. പുട്ടിന് മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ പുട്ട് നല്ല സോഫ്റ്റായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ വൈറ്റ് പുട്ടുപൊടിയാണ്. അത് നമ്മൾ ആവശ്യത്തിനൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. പുട്ടിന് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ആവശ്യമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയാണ് പുട്ടിന് നമ്മൾ സാധാരണ. പുട്ടിൻ്റെ പാകമെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ച് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് പിടിച്ചൊന്ന് ഉരുട്ടി നോക്കണം. നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉരുണ്ട് വരണം. ഇതാണ് പുട്ടിൻ്റെ പാകം. നമ്മൾ തിരിച്ചത് ഉടച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ പൊടി കുഴച്ച് വെച്ചോ അതേ സ്ട്രക്ചറിൽ തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ പുട്ടിൻ്റെ നടുക്ക് ഫില്ല് ചെയ്യാനുള്ള നമുക്കൊരു ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വരാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയിട്ട് വരാം. അതിനാവശ്യമായിട്ടുള്ള സാധനമെന്ന് വെച്ചാൽ ഇത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ടും ബ്രഹ്മസലിയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ടും വാങ്ങിക്കുന്ന സാധാരണ കനം കുറഞ്ഞ ബ്രഹ്മസലിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എല്ലാ ഷോപ്പിലും ഇത് കിട്ടാറുണ്ട്. അപ്പം നമ്മളിതെടുത്ത് വെള്ളത്തിലിട്ട് നമ്മൾ വേവിച്ച് കൊണ്ടുവരും. അതിനായിട്ട് നമ്മൾ ഒരു ബൗളിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. അത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെമസലി തിളപ്പിക്കുമ്പോൾ കട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ ഫില്ല് ചെയ്യാൻ ആവശ്യമായ ബ്രഹ്മസലി കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. കൂടുതൽ വേകുമ്പോൾ കുറച്ച് കൂടുതൽ കാണും. അപ്പോൾ ആ ബ്രഹ്മസലി കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് എണ്ണ ചേർത്തത് കൊണ്ട് കട്ട കെട്ടില്ല. എന്നാലും നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് കൊടുക്കണം. പിന്നെ ഒരു 2-3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പാകത്തിനുള്ള വേവായിട്ട് കിട്ടും. ഒരുപാട് വെന്ത് പോവരുത്. അതിനൊരു പാകമുണ്ട്. ഒന്നിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തണുക്കുമ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ വേവിച്ചെടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് നമ്മൾ ഇത് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ആവശ്യത്തിന് നമ്മൾ പുട്ടിന് ചേർക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മളിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഊറ്റി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് ഇത് പുട്ടുണ്ടാക്കാനായിട്ട് ആവശ്യമായ കുക്കറിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കാം. ഈ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്തിന് നമുക്ക് പുട്ടുപൊടി കുഴച്ച് വെച്ചത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി ഉണ്ടോ പുട്ടുപൊടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടോ? സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടോ? നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പാൽപ്പൊടി. അപ്പോൾ എനിക്കാണെങ്കിൽ പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പാൽപ്പൊടി നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞാനതുകൊണ്ട് പാൽപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അത് ആവശ്യത്തിന്. അത് ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്. പാൽപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ ഓപ്ഷൻ. ചിലർക്ക് കുറച്ച് മതിയാവും, ചിലർക്ക് കൂടുതൽ നല്ല രീതിക്ക് ചേർക്കുന്നതിനെപ്പോലെ നല്ല രീതിക്ക് ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ഞാൻ എന്തായാലും നല്ല രീതിക്ക് കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു 5 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ പാൽപ്പൊടി ഇടുമ്പം കുറച്ചൊരു കട്ട കെട്ടുന്നത് പോലെ തോന്നും, പക്ഷേ കട്ടയൊന്നും കെട്ടില്ല. നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് എല്ലായിടും ഒക്കെ ഒന്ന് ആയിക്കഴിഞ്ഞ് ഒന്ന് ഉടച്ച് കഴിയുമ്പോൾ നല്ല രീതിക്ക് തന്നെ വരും. അങ്ങനെ കട്ട കെട്ടത്തൊന്നുമില്ല. പിന്നെ ആ ഒരു പാൽപ്പൊടിക്കൊരു മയം വരും. അതുകൊണ്ടാണ് കട്ട കെട്ടുന്നത് പോലെ തോന്നുന്നത്.
അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. കാരണം ചിലർക്ക് തേങ്ങ അതിനുള്ളിലിട്ട് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ചിലർക്ക് അതിൻ്റെ ആ ഒരു ഫില്ല് ചെയ്യുന്ന ഭാഗം മാത്രം അടിക്കും ആ സെൻറ്ററിലും ആ മുകളിലും മാത്രം വെച്ച് പുട്ടുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പം ഇത് ഓപ്ഷനിലാണ്. എനിക്ക് ഇത് ഉള്ളിൽ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി പുട്ടുണ്ടാക്കണം. പിന്നെ അതിൻ്റെ ആ നടുക്കെല്ലാം ഫില്ല് ചെയ്യണം. എനിക്ക് അതാണ് ഇഷ്ടം. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനായിരിക്കും. അപ്പോൾ ഈ തേങ്ങയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമ്മൾ ആവി വന്നോ നോക്കാം. ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊണ്ടുവന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് പുട്ടുകുറ്റിയിൽ ഫില്ല് ചെയ്ത് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ആഡ് ചെയ്യും. നല്ല രീതിക്ക് ആവി വരുന്നുണ്ട് പുട്ടുകുറ്റിയിൽ. നല്ല രീതിക്ക് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ ഇട്ടു. പിന്നെ കുറച്ച് വെമസലിയുടെ മിക്സ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടിയും കൂടി നമ്മളതിനകത്തൊരു 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്താ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിന് നല്ല ഇപ്പം തന്നെ നല്ല പാൽപ്പൊടിയുടെ നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പാൽപ്പുട്ടിൻ്റെ കൂട്ട് നിറയ്ക്കുകയാണ്. വീണ്ടും നമ്മൾ കുറച്ച് തേങ്ങ ആഡ് ചെയ്യും. വീണ്ടും വെർമിസെല്ലി കൂട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ പുട്ടുപൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ? വീണ്ടും നമ്മൾ ഈ പുട്ടുപൊടിയുടെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. വീണ്ടും നമ്മൾ വെർമിസെല്ലി കൂട്ടിട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മൾ കറക്റ്റ് 3 പ്രാവശ്യം ഇട്ട് കൊടുത്ത് ലെയറാക്കുന്നുണ്ട്. നമുക്കിനി ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്നാകും, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ ചൂട് വെള്ളത്തിലാണ് പുട്ടിൻ്റെ പൊടി കുഴച്ച് വെച്ചിരിക്കുന്നത്. വെർമിസെല്ലിയും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്നാകും. ഒരുപാട് അതിനുള്ള ടൈമൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല. ഒരു ആവി വന്നൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുട്ട് റെഡിയാണ്. വേണ്ട, പുട്ടിൻ്റെ ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് അത് എടുത്ത് നോക്കാം. ആവി പറക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചൂടുള്ള പാൽപ്പുട്ട് കഴിക്കാം. എങ്ങനെയുണ്ട്? കണ്ടില്ലേ? അത് കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പയറോ അല്ലെങ്കിൽ പഴമോ കടലക്കറിയോ ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ആവശ്യമുണ്ട്, അല്ലേ? അല്ലാതെ നമ്മളൊന്നും പുട്ട് കഴിക്കത്തില്ല. പക്ഷേ ഈ ഒരു പാൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി ഇല്ലാതെ കഴിക്കാനാണ് വളരെ ടേസ്റ്റ്. അപ്പോൾ വീണ്ടും ഞാൻ അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ, വെർമിസെല്ലി, പിന്നെ പുട്ടുപൊടി, വീണ്ടും കുറച്ച് തേങ്ങ, വെർമിസെല്ലി കൂട്ട്, ഇങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്ത് കണ്ടില്ലേ? വീണ്ടും കുറച്ചുകൂടി വേവിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്നായിക്കോളും. നമ്മൾ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യേണ്ട. 5 മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയാണ്. കണ്ടില്ലേ? ആവി പറക്കുന്ന പാൽപ്പുട്ട് റെഡിയായി. അപ്പോൾ കണ്ടില്ലേ? വാവ്, സൂപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ കമൻറ്റിലൂടെ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാനായിരിക്കും കൂടുതലിഷ്ടം. അതാണ് ഭയങ്കര ടേസ്റ്റും. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഫുഡ് നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ആഹാരം ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം. ഓക്കെ, ബൈ ബൈ.
താങ്ക് യു ഫോർ വാച്ചിങ്.